ഡാൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് മറ്റൊരു വശം കൂടിയുണ്ടല്ലോ. ഇ ഡി വരുന്നതോടുകൂടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ ആക്ഷേപം ഇടതുമുന്നണി CPM നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്, മുഖ്യമന്ത്രിയൊക്കെ പരസ്യമാക്കിയതാണ്. അപ്പോൾ ശബരിമലയിലേക്ക് ഇ ഡി കൂടി വരുന്നതോടുകൂടി നിലവിൽ ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ പ്രതിസന്ധിയിലായ സർക്കാരിന് ഒരുപക്ഷെ ഈ ആരോപണത്തിൻ്റെ മൂർച്ച കുറയാൻ വഴിയൊരുക്കുന്നതായി ഈ അന്വേഷണം മാറാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ തള്ളിക്കളഞ്ഞുകൂടല്ലോ. കാരണം ഇ ഡി ഒരു രാഷ്ട്രീയ ഏജൻസിയാണ്, ഇ ഡി രാഷ്ട്രീയ ഉപകരണ മാർഗമാണ്. ഇ ഡി ഉപയോഗിച്ച് സർക്കാരിനെ വരിഞ്ഞു മുറുക്കുന്നു എന്ന ആക്ഷേപമുള്ളത്. അതിൻ്റെ ഭാഗമായി ശബരിമലയിലേക്ക് കൂടി ഇ ഡി വരുമ്പോൾ ഇതിൻ്റെ ആരോപണത്തിൻ്റെ ദിശ തെറ്റിപ്പോവാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അതായത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള താല്പര്യത്തിൽ മേൽനോട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. കോടതിയിൽ 2 തവണ സീൽ ചെയ്ത കവറിൽ ഇതിന്റെ രേഖകളടക്കം സമർപ്പിച്ചതാണ്. അതിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തിയതാണ്. SITയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് സമയപരിധി നീട്ടി നൽകിയതാണ്. അത്തരത്തിലൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേസിന്റെ അന്വേഷണത്തിലേക്ക് കടന്നുവരാനുള്ള ഒരു വഴിയൊരുങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും SIT അവരുടെ അന്വേഷണം തുടരുക തന്നെ ചെയ്യുമെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന്, ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അതിൽ കൃത്യമായൊരു നിരീക്ഷണം ഉണ്ടാകണം, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് ഒരു ഉത്തരവുണ്ടാകണം. അത് ഉണ്ടാകാത്തിടത്തോളം SIT അവരുടെ അന്വേഷണം അങ്ങനെ തന്നെ തുടരും. സംസ്ഥാന സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് അതിന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ ആ കേസിനെ വ്യത്യസ്തമാക്കിയത്, അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങൾ ഉയരാതിരുന്നത് അവിടെ കൃത്യമായി കോടതിയുടെ മേൽനോട്ടവും നിരീക്ഷണമൊക്കെ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നതിനാലാണ്. അവിടെ നിന്നങ്ങോട്ട് മാറി ഇ ഡി അവിടേക്ക് എത്തുമ്പോൾ നിയമപരമായി കൂടുതൽ കുരുക്കാകുക എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. സ്വാഭാവികമായി ഇടത് സർക്കാർ അതിനെ രാഷ്ട്രീയമായി കൂടി, നിയമപരമായി അതിന് ഒരു പോർമുഖം തുറക്കുന്നതിനപ്പുറം രാഷ്ട്രീയമായി കൂടിയുള്ള ഒരു പോർമുഖം തുറക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. അവിടെ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇ ഡി കുരുക്കിയതെങ്കിൽ, അല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് മുഖ്യമന്ത്രി ഓഫീസ് എത്തിയതെങ്കിൽ, 2ാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനിടയിൽ ഇ ഡി വീണ്ടും എത്തുന്നത് അതേ സമാനമായ സ്വർണ്ണ വിഷയത്തിൽ തന്നെ, അത് ശബരിമലയിലെ വിശ്വാസ സമൂഹവുമായി കൂടെ ഏറെ ഇടചേർന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ് എന്നതാണ് പ്രത്യേകത. അവിടെ നമ്മൾ കാണാതെ പോകാൻ കഴിയില്ല ഒരു കാര്യം, BJP ഇതിനോട് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നത്. കാരണം SIT ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുമ്പോൾ, ഹൈക്കോടതിയുടെ മേൽനോട്ടം ആ അന്വേഷണത്തിലുണ്ടായിരുന്നപ്പോൾ BJP അതിനെ കൃത്യമായി മറ്റ് രാഷ്ട്രീയ പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല. പക്ഷേ ഇനിയങ്ങോട്ട് ഇ ഡി അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയമായി BJP അതിനോട് സ്വീകരിക്കുന്ന നിലപാട് കൂടി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് സൂചന. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇ ഡി ശബരിമല സ്വർണ്ണമോഷണ വിവാദ കേസിലേക്ക് കൂടി കടന്നു വരികയാണ്. അങ്ങനെ എങ്കിൽ കേസിൻ്റെ തലമൊന്ന് മാറിപ്പോകുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളാണ്. സാധാരണമായി സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അവർക്ക് അന്വേഷിക്കാൻ സാധാരണ രീതിയിൽ കഴിയുന്നത്. ഒപ്പം തന്നെ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പും അത്തരം ഏജൻസികളുടെ ഇടപെടലും ഉണ്ടായെങ്കിൽ അവിടെ നടന്ന പണമിടപാടും അത്തരം നീക്കങ്ങളും, അവിടെ വിദേശ പണത്തിൻ്റെ വിനിയോഗം, ഇക്കാര്യങ്ങളിലൊക്കെയാണ് പരിശോധന നടക്കേണ്ടത്. പക്ഷേ അന്വേഷണ ഏജൻസി സ്വാഭാവികമായും കേരളത്തിൻ്റെ പൊതുവിഷയങ്ങളിലേക്കും ആളുകളെ മൊഴിയെടുക്കാനും വിളിച്ചുവരുത്തലുകളും നടക്കുമ്പോൾ ഇ ഡിയുടെ നീക്കവും ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. അത് പുതിയ പ്രതിസന്ധി ഉണ്ടാവും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല എന്ന വലിയ സ്വാധീന വിഷയം ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കുന്നതിന് ഇടവെക്കുന്നത് കൂടിയാണ് ഇതുണ്ടാക്കുന്ന സാഹചര്യം. നോക്കാം, ഇ ഡി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന കാര്യം നമ്മൾ നേരത്തെ പരാമർശിച്ചു പോയതാണ്. സ്വർണ്ണമോഷണ വിവാദം പുതിയ തലത്തിലേക്ക് കടക്കാനാണ് ഇ ഡിയുടെ ഈ കടന്നുവരവ് വഴിവെക്കുക. കേന്ദ്ര ഏജൻസി വരുന്നത് സംസ്ഥാന സർക്കാരിനുണ്ടാക്കുന്ന വെല്ലുവിളി അത് ചെറുതല്ല. സർക്കാരുമായി അടുത്ത ബന്ധമുള്ളവർ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും. അടുത്ത ബന്ധമുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന ചോദ്യമുണ്ട്. അടുത്ത ബന്ധമുള്ളവർ എന്ന് പറയുമ്പോൾ നിലവിലുള്ള ദേവസ്വം മന്ത്രി, മുമ്പുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിമാർ, നിലവിലുണ്ടായിരുന്ന ഏറ്റവും ഒടുവിൽ മാറിയ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, ഇവരൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നു എന്ന സാഹചര്യമാണ്. സർക്കാരുമായി വളരെ ബന്ധമുള്ള MLA മാരും ജനപ്രതിനിധിയുമായുള്ളവരൊക്കെ ഈ അന്വേഷണ പരിധിയിലേക്ക് വരിക, അവരുടെ നിന്ന് മൊഴിയെടുക്കുക, ചോദ്യം ചെയ്യുക, ഇങ്ങനെയുള്ള നീക്കങ്ങളും കാഴ്ചകളും ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല. കാരണം ശബരിമലയാണ് വിഷയമെന്നതാണ് പ്രത്യേകത. ശബരിമലയ്ക്കുണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം ചെറുതല്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അതിൻ്റെ പ്രതിഫലനം നമ്മൾ കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിലാണ് ഇ ഡിയുടെ നീക്കം എന്നതുകൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന 3-4 മാസത്തിനുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ
അതിനിടയിൽ ഇ ഡിയുടെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ ഇത് ഇ ഡിയുടെ ഈ അന്വേഷണ നീക്കങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അത് ചെറുതായിരിക്കില്ല. ഒപ്പം സ്വർണ്ണക്കടത്തിൻ്റെ വിദേശ ബന്ധവും അന്വേഷണ പരിധിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയെങ്കിൽ ഇതുവരെ അന്വേഷിക്കാത്ത മറ്റൊരു കാര്യം കൂടി വരും. കാരണം പുരാവസ്തു തട്ടിപ്പ് അന്വേഷിച്ച് പോകുന്നതിന് ഒരുപക്ഷേ നിലവിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ ചില പരിമിതികൾ ഉണ്ടാവാം. അവിടെ അന്താരാഷ്ട്ര പുരാവസ്തു ഏജൻസികൾ, അത്തരം ഏജന്റുമാർ ഈ വിഷയത്തിൽ ഇടപെട്ടോ, തട്ടിപ്പ് നടത്തിയോ, പണമിടപാട് നടത്തിയോ എന്ന ചോദ്യത്തിന് കൂടിയുള്ള ഉത്തരം തേടലായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്കാണ് വരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസി ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദത്തിൽ അന്വേഷണം ഏറ്റെടുക്കുകയാണ്. ബന്ധപ്പെട്ട എല്ലാ രേഖകളും അവർക്ക് കൈമാറാനാണിപ്പോൾ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് നിലവിലുള്ള അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന ചോദ്യം കൂടി പ്രസക്തമാണ്.